കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് വെച്ചിട്ട് കായകൽപ്പം പദ്ധതിയുടെ ഭാഗമായിട്ട് വെർച്വൽ ഓട്ടോപ്സി തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു വാഗ്ദാനം ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ തന്നെ ഡോക്ടർ ഫേസ്ബുക്കിൽ വെർച്വൽ ഓട്ടോപ്സി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടും വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വെർച്വൽ ഓട്ടോപ്സി നടപ്പിലാക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഗുണപരമായ വശങ്ങളെക്കുറിച്ചുമൊക്കെ നേരത്തെ തന്നെ നിങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആളുകൾക്കിടയിൽ ഒരുപാട് അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഓട്ടോപ്സി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വെർച്വൽ ഓട്ടോപ്സി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് പൊതുവെ കേരളത്തിലേക്ക് വന്നിട്ടില്ല. ആളുകൾക്ക് അറിയില്ല എന്താണ് വെർച്വൽ ഓട്ടോപ്സി എന്നുള്ളത്. വെർച്വൽ ഓട്ടോപ്സി എന്താണെന്നുള്ളതിൽ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഓട്ടോപ്സി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് അത് കേരളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളൊക്കെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ രംഗത്ത് ഒരുപാട് വർഷത്തെ ഒരു പ്രവർത്തന പരിചയമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഓട്ടോപ്സി എന്നുള്ള പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ആക്ച്വലി മനിലി പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് മുരളീധരൻ സാറിന്റെ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആക്ച്വലി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തിരുന്നു. അതെ, ഈ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം പൊതുജനങ്ങൾക്ക് സത്യത്തിൽ ഏറെ, അതായത് ഒരു ഭീതി അല്ലെങ്കിൽ എല്ലാവരും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരു അസ്വാഭാവിക മരണങ്ങളിൽ ഉള്ള ഒരു ശരീരത്തിന്റെ നിയമപരമായ പരിശോധനയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം. അതായത് ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോസ്റ്റ്മോർട്ടം എന്ന വാക്കാണ് ഓട്ടോപ്സി എന്നുള്ളതിന്റെ. ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഓപ്സിസ് എന്ന് പറയും ഞങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യഭാഷയിൽ നിന്നുള്ളതാണ്, ഗ്രീക്ക് ഓർ ലാറ്റിൻ ഓർ ദെൻ അതിൽ ഓട്ടോ ഓപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീയിങ് ഫോർ വൺ സെൽഫ്, അതായത് നമുക്ക് വേണ്ടി കാണുന്നു എന്നുള്ള തരത്തിലാണത്. കൃത്യമായി പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ അല്ലെങ്കിൽ നിയമപരമായ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു മജിസ്ട്രേറ്റ് പോലുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം ആ ശരീരം ഇൻക്വസ്റ്റിന് ശേഷം ശാസ്ത്രീയമായ രീതിയിൽ തുറന്ന് പരിശോധിച്ച് മരണകാരണം, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട്, ഇവയെല്ലാം കണ്ടെത്തി ബന്ധപ്പെട്ട കോടതിയെയും പോലീസിനെയും അറിയിക്കാൻ വേണ്ടി ഒരു പരിശോധന, അതിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നമ്മൾ സാധാരണഗതിയിൽ കോടതിക്കും പോലീസിനും കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ അസ്വാഭാവിക മരണങ്ങളിലും നിർബന്ധമായിട്ട് ഇന്ത്യൻ നിയമം അനുസരിച്ച് ചെയ്യണം. അപ്പൊ ഇതില് ഒരു കാര്യം, ചില സമയങ്ങളിൽ സ്വാഭാവിക മരണങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് അസ്വാഭാവിക സാഹചര്യങ്ങളിൽ വരുന്ന സ്വാഭാവിക മരണങ്ങളാണ്. പക്ഷെ അതെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് സ്വാഭാവികമാണെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വനില ചോദിച്ചതുപോലെ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്നുള്ള വാക്ക് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാം. കാരണം പൊതുജനങ്ങൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വാക്ക് പോസ്റ്റ്മോർട്ടമാണ്. അവരുടെ എന്താ പറയാ, മനസ്സിൽ ഇങ്ങനെ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു വാക്ക്. അപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധന വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുജനങ്ങളുടെ അവയർനെസ് എന്നുള്ള നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഞങ്ങൾ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയും, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഇത് ഒന്നുകിൽ പത്തോളജിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി. ഈ രണ്ടു പേരിലും ഒരേ കാര്യം തന്നെയാണ്. രണ്ടിലുമുള്ള വ്യതിയാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് അസ്വാഭാവിക മരണങ്ങളിൽ കൃത്യമായും നിയമപരമായി ചെയ്യുന്ന ഒരു പോസ്റ്റ്മോർട്ടമാണ്. അതാണ് നമ്മൾ സാധാരണ പൊതുജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോസ്റ്റ്മോർട്ടം എന്ന വാക്കുകൊണ്ട് ജനറലി അഡ്രസ് ചെയ്യുന്നത് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിനെയാണ്. കാരണം ക്ലിനിക്കൽ ഓട്ടോപ്സി നമ്മളുടെ നാട്ടില് അത്രയധികം പ്രായോഗികത ഇല്ല. നമ്മളുടെ നാട്ടിൽ അത്രയ്ക്ക് കിട്ടുന്നില്ല, കോമൺ അല്ല, സാധാരണമല്ല. അത് വേണമെങ്കിൽ അതിനെപ്പറ്റി രണ്ട് വാചകം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കോ ലീഗലിലേക്ക് പോകാം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി സാധാരണഗതിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു രോഗി, ആ രോഗിക്ക് വരുന്ന ചില അസുഖങ്ങൾ ചിലപ്പോൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ബന്ധുക്കളുടെ സമ്മതപ്രകാരം ആ രോഗിയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം, ചിലപ്പോൾ അതിൽ നമ്മൾക്ക് മറ്റുള്ള പരിശോധന പോലെ, മറ്റു പോസ്റ്റ്മോർട്ടം പരിശോധന പോലെ ശരീരം മുഴുവൻ തുറന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ വയറുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ആ പ്രസക്ത ഭാഗങ്ങൾ മാത്രം തുറന്ന് പരിശോധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായും ബന്ധുക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോ എന്റെ കരിയറിൽ ഞാനിപ്പോ ഒരു 23 years ആയി
ഈ Forensics. എൻ്റെ MD ഫോറൻസിക് മെഡിസിൻ കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്നത്. ഈ കരിയറിൽ ഞാൻ 7 or 8 കേസുകളാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും ഡിമാൻഡേ വന്നിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, നമ്മളുടെ നാട്ടിൽ അത്ര സാധാരണമല്ല. അത് ഈ ബന്ധുക്കൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ബന്ധുക്കളല്ല, ക്ലിനീഷ്യനാണ്, അതായത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക. കാരണം അവർ ബന്ധുക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ചിലപ്പോൾ ചില തരം അസുഖങ്ങൾ അവർക്ക്, ചിലപ്പോൾ ഇപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ ചിലപ്പോൾ അത് മറ്റു കുട്ടിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഞാൻ ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ അതിനെപ്പറ്റി അധികം പോകുന്നില്ല. അല്ലെങ്കിൽ ചില അത്തരം അസുഖങ്ങൾ ഇപ്പോ അത്തരം ടെസ്റ്റുകൾ നടത്താനും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്ന് കൃത്യതയിൽ അറിയാത്തത് കൊണ്ടും അതെല്ലാം അറിയാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ചില ഈ പരിശോധന നടത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ചികിത്സിക്കുന്ന ഡോക്ടർ അവരുടെ ബന്ധുക്കളുടെ സമ്മതം തേടി അവരുടെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളുടെ സാധാരണഗതിയിൽ അത് പത്തോളജിസ്റ്റ് ആണ് നടത്തുന്നത്. പക്ഷെ നമ്മളുടെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ അധികവും ഞങ്ങളും കൂടി അതിൽ സഹകരിച്ചുകൊണ്ട് നടത്താറ്. ഈ മോർച്ചറിയിൽ തന്നെ മോർച്ചറിയിൽ തന്നെ ശരിക്കും പത്തോളജി വിഭാഗത്തിൽ, മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗത്തിലെ മോർച്ചറിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലാണ് അത് നടത്തേണ്ടത്. പക്ഷെ കഴിയുന്നതും സാധാരണഗതിയിൽ പത്തോളജിസ്റ്റ് ഉണ്ടാകും അതിൽ. പക്ഷെ നമ്മൾ കൂടി സഹകരിക്കാറുണ്ട്. ഞാനിപ്പോൾ ആലപ്പുഴ ഉള്ളപ്പോഴും തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോഴും കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോഴും അത്തരം കേസുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ പൊതുജനങ്ങളുടെ മുന്നിലുള്ള പോസ്റ്റ്മോർട്ടം, അത് കൃത്യമായി മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയാണ്. അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രൈം. ഇതെന്താ വെച്ചാൽ പലർക്കും ഒരു ധാരണയുണ്ട് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നില്ല എന്ന്. അവിടെ നിന്ന് തുടങ്ങാം. അതായത് ഒരാൾ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ മരിക്കുമ്പോൾ ചിലപ്പോൾ അത് ക്രൈമിന്റെ പുറത്തായിരിക്കാം, അല്ലേ, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മരിച്ചായിരിക്കാം. ഒരു ആക്സിഡന്റ് പോലും വേണമെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള പറവിയിൽ വരാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ക്രിമിനൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ തികച്ചും അയാൾ എങ്ങനെ മരിച്ചെന്ന് അറിയുന്നില്ല. പക്ഷെ അവിടെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടും, അല്ലേ, അത് പോലീസിനെ അറിയിക്കുന്നു. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ആ മൃതശരീരം ബന്ധുക്കളുടെ പ്രോപ്പർട്ടി അല്ല, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ സ്റ്റേറ്റിന്റെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കാരണം ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു. ആ മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് പിന്നെ സംസാരിക്കാനുള്ള ശേഷിയില്ല. അയാൾ മരിച്ചത് എങ്ങനെയെന്ന് അറിയിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അയാൾ സംസാരിക്കുന്നത് ഈ പിന്നീടുള്ള പരിശോധനകളിലൂടെ കൂടെയാണ്. അപ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് സ്റ്റേറ്റ് ആണ് അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതായത് അതിൻ്റെ പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി പോലീസ് വഴി അന്വേഷണങ്ങൾ നടത്തുന്നു, ആ കേസിൽ വേണ്ട പോസ്റ്റ്മോർട്ടം നടത്തുന്നു, അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നു, കോടതി അതിൽ മറ്റൊരു തീരുമാനങ്ങൾ എടുക്കുന്നു. കാരണം ആ മരണത്തിൻ്റെ ഒരു നീതി ആവശ്യമുള്ള കേസ് ആണെങ്കിൽ ആ നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ, കാരണം ആ കേസിന് വാദിക്കുന്നത് പ്രോസിക്യൂട്ടറാണ്. അപ്പൊ അത്തരം ഒരു കാര്യത്തില് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് മരിച്ച വ്യക്തിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ നമ്മൾ പിന്നെ ഒരിക്കലും പോസ്റ്റ്മോർട്ടത്തെ എതിർക്കില്ല. അപ്പൊ ഇവിടെ വരുന്നത് അസ്വാഭാവിക മരണത്തിന് ഒരു ക്രൈം ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിന്റെ ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന പ്രാഥമിക, എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇൻക്വസ്റ്റ് നടത്തണം, അല്ലെ. ഒരു പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ അതിന് മുമ്പ് ഒരു ഇൻക്വസ്റ്റ് നടത്തണം. ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരു നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റിക്വസിഷൻ എന്ന് ഞങ്ങൾ പറയും. ആ അപേക്ഷയും തയ്യാറാക്കി ഏറ്റവും അടുത്തുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. ഒന്നുകിൽ കേരള സംസ്ഥാനത്തിലത് സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യമുള്ള താലൂക്ക് ആശുപത്രികളിലോ. എന്നിട്ട് ഡോക്ടർ അതിനെ മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം നോക്കി പരിശോധനകളെല്ലാം നടത്തി, ശരീരത്തിൻ്റെ ബാഹ്യ പരിശോധന നടത്തി, മുറിവുകളെല്ലാം കണക്കാക്കി, മറ്റുള്ള വ്യതിയാനങ്ങളും കണക്കാക്കി, പിന്നീട് ശരീരം തുറന്ന് പരിശോധിക്കുന്നു. നമ്മൾ സാധാരണ താടി മുതൽ നമ്മളുടെ ജെനിറ്റൽസിന്റെ തൊട്ട് മുകളിൽ വരെ, അതായത് അരക്കെട്ടിന്റെ തൊട്ട് മുകളിൽ വരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജീവനുള്ള മനുഷ്യരിൽ സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറെക്കുറെ അതേ ഉപകരണങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെച്ച് തുറന്ന് നമ്മളുടെ അവയവങ്ങളെല്ലാം പുറത്താക്കി എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ച് തിരിച്ചു വെച്ച് ജനങ്ങൾക്ക്, അതായത് ബന്ധുക്കൾക്ക് സ്വീകാര്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ബോഡി കൃത്യമായി തുന്നി, ഒട്ടും ലീക്കൊന്നും ഇല്ലാത്ത തരത്തിൽ തുന്നി കഴുകി തുടച്ച് വൃത്തിയാക്കി തിരിച്ചു കൊടുക്കും. അവിടെയാണ് ഒരു ഓട്ടോപ്സി കഴിയുക മീൻസ് ആ പ്രൊസീജിയർ കഴിയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം, കോടതിക്കും പോലീസിനും കൊടുക്കണം, കോടതി പോകണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്.
അതാണ് അതാണ് സാധാരണ പോസ്റ്റ്മോർട്ടം എന്ന് പോസ്റ്റ്മോർട്ടം പറയുന്നത്. എന്ന് പറയുന്നത്. ഇതിനകത്തൊരു വൈകാരികമായിട്ടുള്ള എലമെന്റ് ഭയങ്കര കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, വീട്ടിലൊക്കെ നടക്കുന്ന മരണം സംഭവിക്കുമ്പോൾ ആളുകൾ ആദ്യം പറയാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, ഇനി എങ്ങാനും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയാലോ എന്നുള്ള ഭീതിപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അപകട മരണമോ ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ എൻ്റെ ബന്ധുക്കളുടെ അല്ലെ അച്ഛൻ്റെ അമ്മയുടെ കുട്ടികളുടെ ശരീരം കീറി മുറിക്കുന്നത് ആലോചിക്കാൻ പറ്റാത്ത ഒരു വൈകാരിക എലമെന്റ് സത്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടാവാം, അടുപ്പം കൊണ്ടാവാം, പലതരത്തില് ശരീരമാണല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് വെർച്വൽ ഓട്ടോപ്സിന്റെ ഏറ്റവും പോസിറ്റീവായ ഒരു സംഗതി തോന്നിയത് ഈ ഒരു പ്രോസസ്സിനെ എപ്പോഴും വേണ്ടി വരില്ല എന്നുള്ളതാണ്. ഈ വൈകാരിക എലമെന്റ് ഡോക്ടർ തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവിച്ചിട്ടും ഉണ്ടാവുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഈ വൈകാരികത എന്ന് പറയുന്നതിൽ അതിലൊരു കാര്യം ഇപ്പോൾ മനില പറഞ്ഞു, തെറ്റിദ്ധാരണ കൊണ്ടാവാം അല്ലെങ്കിൽ അടുപ്പം കൊണ്ടാവാം. അതിൽ എനിക്ക് കൂടുതൽ തോന്നുന്നത് അടുപ്പമാണ്, തെറ്റിദ്ധാരണയെക്കാളും കൂടുതലായിട്ട്. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുന്ന, അപ്പൊ ആ കേസ് തന്നെ തുടങ്ങാം നമുക്ക്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫാമിലി വടക്കൻ കേരളത്തിൽ നിന്നും വന്ന ഒരു ഫാമിലിയാണ്. അവിടെ ഒരു റിസോർട്ടില് പൂളില് എല്ലാവരും കൂടി ഇറങ്ങിയ സമയത്ത് ഈ കുട്ടി അബദ്ധവശാൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ഉണ്ടായത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു പൂളില്. എനിക്കൊന്ന് ആ ബഹളത്തിന്റെ ഇടയിൽ ചിലപ്പോ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട് ആ മാതാപിതാക്കളുടെ ഒരു കുറ്റബോധം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ തുടർന്ന് അവിടുന്ന് അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അവരുടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ ഒരു ഫോറൻസിക് സർജൻ അല്ലേ, നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്ന പലരും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. അപ്പം ആ പാരന്റ്സിന്റെ അവിടെ നിന്ന് തൊട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഒരു കുഞ്ഞ്, അതിന് 8 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ അവര് ചോദിക്കുന്നത്, ഡോക്ടറെ കുഞ്ഞിന്റെ ബോഡി മുറിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ നമ്മളുടെ നാട്ടിലെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. കാരണം അതിന് വിറ്റ്നസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അപകടങ്ങളിൽ കാണുന്നില്ലേ CCTV ദൃശ്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് പണ്ട് ആയിരുന്നെങ്കിൽ ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. പക്ഷെ ഇന്ന് സാങ്കേതികത ഇത്രയും വളർന്ന കാലഘട്ടത്തില് മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ന് മാത്രം പറഞ്ഞ് തള്ളാൻ പറ്റില്ല. നമ്മളുടെ ഇന്ത്യയിലടക്കം ഈ വെർച്വൽ ഓട്ടോപ്സി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുള്ളപ്പോൾ നമ്മൾക്കും നമ്മളുടെ ശാസ്ത്രീയത വളരണ്ടേ? അപ്പൊ നമ്മളും എന്തുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ സത്യത്തില് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ആ ഒരു പോസ്റ്റ് എഴുതിയിട്ടത്. പക്ഷെ അതിനൊരു ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ അതില് റെസ്പോൺസസ് വന്നു. എനിക്ക് തോന്നുന്നത് ചില മുഖ്യധാര മാധ്യമങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അത് വാർത്തയായി. അത് മിനിസ്ട്രിയുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ആരോഗ്യമന്ത്രി അതിലൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, വെർച്വൽ ഓട്ടോപ്സിയിലേക്ക് തന്നെ നമുക്ക് വരാം. ഇതും സാധാരണ നടത്തുന്ന പോസ്റ്റ്മോർട്ടം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണഗതിയിലുള്ള പോസ്റ്റ്മോർട്ടത്തിൽ ഒരൊറ്റ ഇവന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2004 പഠിച്ചിറങ്ങിയ സമയത്ത് നമ്മളുടെ ഞാൻ പറഞ്ഞു ഒരു പോസ്റ്റ്മോർട്ടം എന്ന് തൃശ്ശൂരല്ല, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MD ചെയ്തത്, തൃശ്ശൂർ MBBS. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരീരം പരിശോധിക്കണം. അതായത് ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ വയറ്റിലൊരു കുത്ത് കിട്ടി, അല്ലെങ്കിൽ വയറിലൊരു അസുഖത്തിന് തുടർന്നായിരിക്കും അയാൾ മരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ കാലും കൂടെ ആയിരിക്കും എന്താ പറയാ വണ്ടി കയറി പോയിട്ടുണ്ടാകുക. പക്ഷെ നമ്മൾ അയാളുടെ പൂർണ്ണമായ ഒരു ഓട്ടോപ്സി ഈസ് കംപ്ലീറ്റ് എക്സാമിനേഷൻ. നമുക്ക് അയാളുടെ തല തുറന്നു നോക്കണം, നെഞ്ച് തുറന്നു നോക്കണം, വയറ് തുറന്നു നോക്കണം, അതുപോലെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള എല്ലാം നോക്കണം. അപ്പം ഇതിൽ തല തുറന്ന് ബ്രെയിൻ എങ്ങനെ പരിശോധിക്കാന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ, ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. അപ്പം അതായത് അതായത് ഒരു 20 വർഷം മുൻപൊക്കെ നമുക്ക് തല തുറക്കാൻ നമ്മൾ ഉളിയും ചുറ്റികയും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ സാധാരണ ഉളിയും ചുറ്റികയും വെച്ച് പ്രത്യേക രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി തുറന്നെടുക്കാം. ഒരു ക്യാപ്പ് പോലെ, ഒരു തൊപ്പി പോലെ ഈ തലയോട്ടിയുടെ മുകൾ ഭാഗം വട്ടത്തിൽ തുറന്നു കിട്ടും. പക്ഷെ ഇത് അടിക്കുമ്പോൾ, ഈ തലയോട്ടിയിൽ ഉളി വെച്ചിട്ട് അടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. സത്യത്തിൽ എനിക്ക് ഈ ചീഞ്ഞളിഞ്ഞ ബോഡികൾ, അല്ലെങ്കിൽ ട്രെയിനിൽ കയറി ഇറങ്ങി ഛിന്ന ഭിന്നമായ ശരീരങ്ങൾ, അല്ലെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള മറ്റുള്ള
രീതിയിൽ പല രീതിയിൽ വരുള്ളൂ. ചിലപ്പോൾ മെഷീൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടൊക്കെ മരിച്ചിട്ടൊക്കെ വരും. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ പൊള്ളി മരിച്ച് വികൃതമായി ട്രീറ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കഷ്ടമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കുഴപ്പമില്ല, ചിലപ്പോൾ ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആകെ നിറവ്യത്യാസമൊക്കെ വന്ന് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും. ഇതിനേക്കാൾ കൂടി എനിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തലയിൽ ചുറ്റിക അടിക്കുന്ന ശബ്ദമാണ്. ഞാനിപ്പോഴും എൻ്റെ റെസിഡൻസ്, അതായത് എൻ്റെ ഇവിടെ PG ചെയ്യുന്ന ഡോക്ടർമാരോട് പറയും, അത് ഓരോ അടി നമ്മളുടെ തലയ്ക്ക് കൊള്ളുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മാറി കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ സ്ട്രൈക്കർ സോ എന്ന് പറയും, ഓട്ടോപ്സി സോ ഉപയോഗിച്ചു തുടങ്ങി. അതായത് മെഷീനൈസ്ഡ് ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മൾ പ്ലാസ്റ്ററിനൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതിന്റെ വേറൊരു മോഡിഫൈഡ് വെർഷൻ. അത് വെച്ച് നമുക്ക് കൃത്യമായി തലയോട്ടി ഇങ്ങനെ വട്ടത്തിൽ തുറന്നെടുക്കാം. അതൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടാകില്ലേ, അതുപോലത്തെ ഒരു നേർത്ത ശബ്ദം. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത് അത് ബോഡിയോട് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണത്. ആ റെസ്പെക്റ്റ് ആണ് നമ്മൾ ഈ തുറക്കാതിരിക്കുമ്പോൾ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. പറ്റാവുന്ന കേസുകളിൽ അത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതില് വെർച്വൽ ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ അതായിരുന്നല്ലോ ചോദ്യം. വെർച്വൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധുനിക ഇപ്പോൾ CT സ്കാൻ, MRI സ്കാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മൾ സാധാരണ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെ. അതിൻ്റെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഉള്ള ചില കാര്യങ്ങൾ കൂടി ഉപയോഗിച്ചിട്ട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D സർഫസ് ഇമേജ് സ്കാനർ എന്നൊക്കെ പറയും. അതായത് അതും അതുപോലെ ഈ CT സ്കാനർ, MRI സ്കാനർ, ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം റിപ്പോർട്ട്സ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ബോഡിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് നമ്മുടെ അതിന് പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു മുറി വേണം. ആ മുറിയിൽ നമ്മൾ പല ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമ്മൾക്ക് ഒരു 3D സർഫസ് ഇമേജിംഗ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് എടുക്കും ബോഡിയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ബോഡി CT സ്കാൻ റെക്കോർഡിങ് അല്ലെങ്കിൽ MRI സ്കാനിങ്ങിന് വിധേയമാക്കുക, അതിന്റെ നീഡ് അനുസരിച്ചിട്ട്. ഹോൾ ബോഡി, അല്ലാണ്ട് ഒരു പാർട്ടല്ല, ഹോൾ ബോഡി. എന്നിട്ട് പിന്നെ ആ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് വെർച്വോപ്സി പ്രകാരമുള്ള ഈ ഓട്ടോപ്സി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പം ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരില് ഈ ക്ലിനിക്കൽ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഈ സ്കാനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ പറയുമ്പോൾ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ സ്കാനിങ് ഒക്കെ വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, ഉള്ളിലുള്ള സംഗതികൾ എന്താണ് എന്നുള്ളതിന്റെ കൃത്യമായ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലെ രോഗനിർണയമാണല്ലോ CT സ്കാനും MRI സ്കാനും മറ്റു സ്കാനുകളൊക്കെ നടത്താൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നേരത്തെ ഇത് വരാതിരുന്നേന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഉണ്ടത് ആക്ച്വലി നമ്മുടെ നാട്ടില് ഇത് നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ആക്ച്വലി സ്വിറ്റ്സർലൻഡില്, അതുപോലെ ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, അതുപോലെ UK, ഇവിടെ ഈ രാജ്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു അറിവില് അറബ് കൺട്രീസിലും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു ദുബായിൽ വെച്ച് നടന്ന ഒരു മർഡർ എന്ന് സസ്പെക്ട് അല്ല, അത് അത്തരം ഒരു കേസുകൾ അവിടെ വെച്ച് നടന്ന ഒരു പോസ്റ്റ്മോർട്ടത്തിൽ എനിക്കിവിടെ റീഓട്ടോപ്സി ചെയ്യേണ്ടി വന്നു, ആ ബോഡി വീണ്ടും എടുത്തിട്ട്. അപ്പം അതില് ഇനീഷ്യൽ ഓട്ടോപ്സി അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നുള്ള ഓട്ടോപ്സി റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പാർട്ട് സ്കാനിങ് ഇമേജസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പൊ അവരും അത് ഭാഗികമായിട്ടെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലും ഇത് ഇപ്പൊ വെർച്വൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞ ഒരു പ്യുവർ കൺസെപ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. ഇപ്പൊ പല കേസുകളിൽ ഇപ്പൊ ഒരു ഫയർ ആം ഇഞ്ചുറി വന്നു. ഫയർ ആം ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ മൃതശരീരം ഒരു എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം അപ്പൊ നമുക്ക് ഈ ബുള്ളറ്റ് പോയ ട്രാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ബാറ്റേഡ് ബേബി, ചൈൽഡ് അബ്യൂസ് കേസുകൾ വരില്ലേ, കുട്ടികൾക്ക് ഇപ്പൊ ഈ അടുത്ത് നമുക്ക് ഉണ്ടായി. അപ്പൊ അത്തരം കേസുകളിൽ ഈ കുട്ടികളുടെ മേത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടാവും, ചില എല്ലുകൾക്ക് പൊട്ടലുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ ശരിക്കും ആദ്യം ഒരു ഫുൾ ബോഡി ഇമേജിങ് ചെയ്യും. എക്സ്റേ ആണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ അത്തരം കേസുകളിലൊക്കെ ഇപ്പൊ ഈ ഭയങ്കര ഉപകാരമായിരിക്കും. ഒരു കാര്യം കൂടിയുണ്ട് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുറം രാജ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പുറം രാജ്യങ്ങളെല്ലാം വികസിത രാജ്യങ്ങളാണ്. നമ്മളുടെ നാട്ടില് 2021 or 2022 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ആദ്യമായിട്ട് ഈ വെർച്വൽ ഓട്ടോപ്സി എയിംസിൽ, ഡൽഹി എയിംസിലാണ് തുടങ്ങുന്നത്. ICMR-ഉമായിട്ട് ഒരു സംയോജിത പ്രൊജക്ട് പോലെയായിട്ട്
എയിംസിലാണ് തുടങ്ങുന്നത്. പിന്നീട് അത് ഷിലോങ്ങില് നിൽഗ്രിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അതുപോലെ ഋഷികേശിലുണ്ട്, ഭോപ്പാലില്, പിന്നെ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരില്. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് അറിഞ്ഞത് ജിപ്മറിലും അവർ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിട്ടുണ്ടെന്നാണ്. നിലവില് നോർത്ത് ഇന്ത്യയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് മെയിൻലി ഇത് വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം കുറച്ചൊരു ചെലവ്, ഇനീഷ്യൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മുടെ നാട് ഒരു വികസിത രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഡോക്ടർ തന്നെ എഴുതിയതിനകത്തെ ഒരു ചെറിയ കണക്ക് 50% അല്ലെങ്കിൽ 60% ഇപ്പൊ നടക്കുന്ന മരണങ്ങളിൽ നമ്മൾ ഇതിലേക്ക് വെർച്വൽ ഓട്ടോപ്സിയിലേക്ക് മാറാവുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെയാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറ്റാത്ത വെർച്വൽ ഓട്ടോപ്സി മതിയാവാത്ത സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, മതിയാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? അതിലൊരു കാര്യം ഞാൻ അത് ജനങ്ങളുടെ ഒരു ആഗ്രഹം കൂടി വെച്ച് ഞാൻ തുടങ്ങാം. അതായത് ഈ ഡൽഹി എയിംസിൽ ഇവര് വെർച്വൽ ഓട്ടോപ്സി തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. എത്ര പേര് വെർച്വൽ ഓട്ടോപ്സി ആഗ്രഹിക്കുന്നുണ്ട് പബ്ലിക്കിന്റെ റാൻഡം ആയിട്ട്. അതിൽ അവർക്ക് കിട്ടിയ ഒരു കണക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ 92-8 ആയിരുന്നു. അതായത് 100 പേരിൽ 92% പേരും വെർച്വൽ ഓട്ടോപ്സിക്കാണ് പ്രിഫറൻസ് കൊടുത്തത്. പിന്നെ ഇത് സമാധാനം ഉണ്ടാവും ശരിക്കും. പിന്നെ ഈ ഒരു കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും ഈ വെർച്വൽ ഓട്ടോപ്സി കൊണ്ട് 100% നമുക്ക് മറ്റുള്ള ശരീരം തുറന്നുള്ള പരിശോധനയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് 100 കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 100 കേസും വെർച്വൽ ഓട്ടോപ്സിയിൽ പോകില്ല. അങ്ങനെ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റേത് കിട്ടുന്ന ഫൈൻഡിങ്സിൽ കിട്ടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരിക്കലും വെർച്വൽ ഓട്ടോപ്സി മാത്രമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊരു ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്ന വാക്ക് തെറ്റായിരിക്കും. കാരണം ഒരു പരിധി വരെ കേസുകളിൽ വെർച്വൽ ഓട്ടോപ്സി തന്നെയും പോകാം. ഒരു സെറ്റ് ഓഫ് കേസുകളിൽ കൃത്യമായിട്ടുള്ള തുറന്നുള്ള പരിശോധനയ്ക്ക് പോകേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ ലിറ്ററേച്ചർ വായിച്ചപ്പോഴും ഡൽഹിയിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും ഒരു വിഭാഗം കേസുകളിൽ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പ്രൊസീജിയർ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഒരു ബോഡി കൊണ്ടുവരുന്നു. അതിന്റെ ഇപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി കിട്ടിക്കഴിയുമ്പോൾ ഒരു ഫോറൻസിക് സർജൻ തന്നെ ഈ ബോഡി കൃത്യമായിട്ട് ഒരു അവലോകനം നടത്തും. അതായത് ബാഹ്യ പരിശോധന. അപ്പൊ ഈ ബാഹ്യ പരിശോധനയിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട്. നമ്മളുടെ കണ്ണുകളുടെയും അല്ലെങ്കിൽ മറ്റുള്ള എക്സ്റ്റേണൽ ഓറിഫൈസ് എന്ന് പറയും, നമ്മളുടെ ശരീരത്തിലുള്ള ദ്വാരങ്ങളുടെ വ്യത്യാസങ്ങൾ, ശരീരത്തിൽ പെട്ടെന്ന് കാണുന്ന വ്യതിയാനങ്ങൾ, ശരീരത്തിൽ പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വ്യതിയാനങ്ങൾ, കളർ ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ശരീരത്തിലുള്ള മുറിവുകളും അവർ അളന്ന് തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് അവർ ഈ കേസിന്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എല്ലാ കേസ് വരുമ്പോഴും അതിനെപ്പറ്റി പഠിക്കും. പോലീസിന്റെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പിന്നെ അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അതായത് പോലീസ് പേപ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഡാറ്റ നമ്മളെല്ലാം ആദ്യം കളക്ട് ചെയ്യും. ബന്ധുക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, പോലീസിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, ചികിത്സയിൽ പോയതാണെങ്കിൽ ചികിത്സാ രേഖകൾ പരിശോധിക്കും. അതിനുശേഷമാണ് ശരീരം പരിശോധിക്കുക. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മളുടെ ശരീരത്തിന്റെ ബാഹ്യ പരിശോധനയും നടത്തി കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് സർജന് ഏറെക്കുറെ അസസ് ചെയ്യാൻ പറ്റും ഈ കേസ് ഇനി തുറക്കണമോ അതല്ലെങ്കിൽ ഇനി ഒരു സ്കാനിങ് വിധേയമാക്കിയാൽ മതിയോ. അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമുക്ക് ആ കേസ് പൂർണ്ണമായി സ്കാനിങ്ങിന് വിധേയമാക്കി വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം ഇത് ഇനി ബോഡി അതായത് ഇനിയും തുറന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ഭാഗങ്ങൾ നോക്കാനുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ആ ബോഡി ബന്ധുക്കൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തുറന്ന് പരിശോധിക്കാൻ കേസുകളാണെങ്കിൽ ചിലപ്പോൾ ഭാഗികമായിട്ട് മതിയായിരിക്കാം, അത് തുറന്ന് പരിശോധിക്കാം. അങ്ങനെ തീരുമാനിക്കാം. ഇനി ഇതൊന്നുമല്ല, ബാഹ്യ പരിശോധന കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ചില കേസുകളിൽ നമ്മൾക്ക് തീരുമാനിക്കും ഇത് അതായത് സ്കാനിങ്ങിൽ നിൽക്കില്ല, അത് മാത്രം പറ്റില്ല. നമുക്ക് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം വേണ്ടി നമുക്ക് ചിലപ്പോൾ ശരീരം മൊത്തം തുറന്ന് പരിശോധിക്കേണ്ടി വരികയാണെങ്കിൽ സ്ട്രൈറ്റ് അവേ നമ്മളുടെ കൺവെൻഷണൽ ഓട്ടോപ്സിയിലോട്ട് പോകാം. അതായത് സാമ്പ്രദായിക അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള പരിശോധനയിലേക്ക് മുന്നോട്ട് പോകാം. അതാണ് ഈ 50-60. അതാണ് 50. അപ്പൊ അതിൽ ഈ 60-50 എങ്ങനെ അല്ല 50 മുതൽ 60 വരെ എങ്ങനെ വന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പൊ ഇതില് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളുടെ നിലവിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് റോഡ് അപകടങ്ങളിൽ എന്താ കാര്യം, നമുക്ക് സാധാരണ ഇതിൽ വിറ്റ്നസ് ഉണ്ടാവും
അല്ലെങ്കിൽ CCTV ഫുട്ടേജസ് ഉണ്ടാവും. പിന്നെ മിക്ക കേസുകളിലും ചിലപ്പോൾ ചികിത്സയിൽ പോയതായിരിക്കാം. വെച്ചാൽ ഒരു പ്രത്യേക പെർസെൻറ്റേജ് മാത്രമാണ് ബ്രോഡ് അവിടെ വെച്ച് അപകട സ്ഥലത്ത് മരിച്ചിട്ട് വരുന്നത്. കുറെ കേസുകൾ ചികിത്സയിൽ പോകും. ചികിത്സയിൽ പോകുമ്പോൾ ചികിത്സാ രേഖകൾ ഉണ്ടാകും. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആണ്. ഈ റോഡ് അപകടങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ വണ്ടി ഇടിച്ച് മരിക്കുന്നു, ആ കേസിൽ എന്തിനാ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നിയമപരമായിട്ടുള്ള ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ്. കാരണം അയാൾ ഓൾറെഡി ചികിത്സയിൽ പോയി മരണകാരണം എല്ലാം റെക്കോർഡഡ് ആണ് ശരിക്കും, അല്ലേ? ഇപ്പൊ ഒരു 4 ദിവസം ട്രീറ്റ്മെന്റിൽ കിടന്ന ഒരു കേസിൽ ഇപ്പൊ ഹെഡ് ഇഞ്ചുറി ആണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം ഹെഡ് ഇഞ്ചുറി ആണ്. അതിലൊരു അനാസ്ഥ ആരോപിക്കപ്പെടുന്നില്ലെങ്കിൽ സത്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യം എന്താണ്? അത് നിയമപരം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നിയമപരമാണ് മാത്രമാണ് ചെയ്യുന്നത്. ഒരു പരിധി വരെ അങ്ങനെയാണ്. അപ്പൊ അത്തരം ഒരു കേസുകൾ ക്ലാസിക്കലി വെർച്വൽ ഓട്ടോപ്സിക്ക് പറ്റിയ ഫിറ്റിംഗ് കേസസ് ആണ്. അതായത് ഇപ്പോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്കനുസരിച്ചിട്ട് റോഡ് അപകടങ്ങൾ, പിന്നീട് ഈ മുകളിൽ നിന്ന് മറ്റുള്ള ആക്സിഡൻസ് പോലത്തുള്ള മരണങ്ങള്, ഇത്തരം മരണങ്ങൾ, പിന്നെ വീഴ്ചകള്, അപ്പം പിന്നെ ഉള്ളത് ചില സ്വാഭാവിക മരണങ്ങൾ. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഒരാൾക്ക് കൃത്യമായിട്ടുള്ള രോഗങ്ങളുണ്ട്. അയാൾക്ക് ഇപ്പൊ വീട്ടിൽ വെച്ച് നെഞ്ചുവേദന വന്നു, അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ബ്രോഡ് ഡെഡ് ആയി. അപ്പൊ അത് പോസ്റ്റ്മോർട്ടത്തിന് വരികയാണ്, അല്ലേ? എന്നുവെച്ചാൽ ഒരു മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു രോഗിയെ പോലീസ് ഇന്റിമേഷൻ കൊടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം എന്നാണ് നിയമം. അപ്പൊ ആ കേസിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഹൃദയത്തിന്റെ രക്തക്കുഴൽ അടഞ്ഞു പോയതായിരിക്കാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇപ്പൊ ഈ വെർച്വോപ്സിയുടെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം CT ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏറെക്കുറെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ അവിടെ വെർച്വോപ്സി വരികയാണ്. അപ്പൊ അവിടേക്കാണ് നമുക്ക് വെർച്വോപ്സി കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതേസമയം കൃത്യമായി ചിലപ്പോൾ ചിലതരം മേർഡറുകൾ അല്ലെങ്കിൽ ചിലതരം കേസുകൾ നമുക്കിപ്പോ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ നിർവചിക്കാൻ പറ്റില്ല ഏതാണെന്ന്. പക്ഷെ അതിൽ തുറന്ന് പരിശോധന വേണ്ടി വരുന്ന കേസുകളിൽ തുറന്ന് തന്നെ പരിശോധിക്കേണ്ടി വരും. അത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം. വെർച്വോപ്സി വന്നു കഴിഞ്ഞാൽ എന്റെ കേസ് വെർച്വോപ്സി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തുറന്നു പരിശോധിക്കുമ്പോ കണ്ടെത്തുന്നതും ഈ പറയുന്ന വെർച്വൽ ഓട്ടോപ്സി ചെയ്ത് കണ്ടുപിടിക്കുന്നതും തമ്മിൽ ഇപ്പൊ അതിന്റെ ഒരു സാധ്യത ഉണ്ടല്ലോ, തുറന്നു പരിശോധിക്കേണ്ടി വരും എന്ന് പറയുന്നില്ല. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസങ്ങളാണ് അതിലുണ്ടാവുക? പ്രോസസ്സിലല്ല ഞാൻ പറയണേ, കണ്ടെത്തൽ അതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഇതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ചില കേസുകളുണ്ട്. ഇപ്പൊ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ഒരാളെ, ഇപ്പൊ നമ്മൾ തുറന്ന് അതായത് വെർച്വോപ്സിയുടെ അഡ്വാൻറ്റേജാണ് ഞാൻ പറയുന്നത്. ഈ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സാധാരണ പോസ്റ്റ്മോർട്ടത്തില് തലയോട്ടി തുറന്ന് ബ്രെയിൻ എടുക്കുന്നു, ഈ ശരീരഭാഗങ്ങൾ താഴോട്ട് എടുക്കുന്നു, അവസാനം അപ്പൊ നമ്മളുടെ രക്തം മുഴുവൻ വാർന്നു പോയിട്ട് കഴുത്തിന്റെ ഭാഗത്തൊട്ടും രക്തമില്ലാത്ത ഒരവസ്ഥ വരും. അവിടെ നമ്മൾ പിന്നെ വളരെ ശാസ്ത്രീയമായി വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഇവിടുത്തെ ഓരോ സ്കിന്നിന് അതിന്റെ താഴെയുള്ള ഓരോ പേശികൾ ഇങ്ങനെ ഷീറ്റുകൾ നമ്മുടെ കഴുത്ത് അവിടെ കാരണം പല ലെയറിലാണ് നമ്മുടെ ഇവിടുത്തെ മസിലുകൾ. അത് ഓരോ ലെയറുകളായിട്ട് എടുത്ത് നോക്കും. അപ്പൊ അതിലുള്ള വ്യതിയാനങ്ങൾ കാണുന്നു, എല്ലുകളുടെ പൊട്ടലുകൾ കാണുന്നു. ഇവിടെയും വേണമെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ആർട്ടിഫാക്ട് എന്ന് ഞങ്ങൾ പറയും. അതായത് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഇടയിൽ വരാകുന്ന അല്ലെങ്കിൽ മരണശേഷമോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലോ പല കാര്യങ്ങൾ കൊണ്ട് വരാകുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ, അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഈവൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വെർച്വൽ ഓട്ടോപ്സി ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഇപ്പൊ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 എല്ലുകളുണ്ട് നമുക്ക്, തൈറോയ്ഡ് കാർട്ടിലേജ്, ഹയോഡ് ബോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് ഒരു വെർച്വോപ്സിക്ക് ആദ്യം വിധേയമാക്കുകയാണെങ്കിൽ ആ സ്കാനിങ് ഇമേജിൽ അത് കൃത്യമായിട്ട് ആ പൊട്ടലുകൾ ആദ്യം തന്നെ കണ്ടെത്താൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഡെഫിനറ്റ്ലി. അപ്പൊ അത്തരം ചില സാഹചര്യങ്ങളിൽ അത് വളരെ ഉപകാരപ്രദമാണ് ഇത്തരം സ്കാനിങ്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമ്മളെല്ലാവരും വളരെ വൈദഗ്ധ്യത്തോടു കൂടി ചെയ്യുന്ന, വളരെ സിൻസിയർ ആയിട്ട്, അതായത് നമ്മളുടെ മൊത്തം മൈൻഡ് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു കണ്ടെത്തൽ മിസ്സാകാം, എത്ര വിദഗ്ധനാണെങ്കിലും. ചിലപ്പോ ഒരു ചെറിയൊരു ഫൈൻഡിങ് ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ അത് മരണകാരണത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ശരീരം കൊടുത്തു കഴിയുമ്പോൾ ആ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു പരിശോധനയ്ക്ക് അവിടെ ഒരു സ്കോപ്പില്ല. പക്ഷെ വെർച്വോപ്സി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആദ്യം തന്നെ ഈ ബോഡി മൊത്തം സ്കാൻ ചെയ്ത് മൊത്തം ഇമേജ് നമ്മൾ സൂക്ഷിക്കുകയാണ്. നമുക്ക് റിവ്യൂ ചെയ്യാം, നമുക്ക് വേറൊരു എക്സ്പേർട്ടിനെ കാണിക്കാം, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന് വേണമെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ആ ഡാറ്റ അങ്ങനെ റിപ്പോർട്ട് മാത്രമല്ലാതെ അതാണ് നമുക്ക്, അതായത് ദ ഹോൾ ബോഡിയുടെ ഫുൾ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത്തരം അഡ്വാൻറ്റേജസ് എന്തിനായാലും
അവിടെയുണ്ട്. വെർച്വൽ ഓട്ടോപ്സിയും സാധാരണ ഓട്ടോപ്സിയും തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണുള്ളത്? അങ്ങനെ നമ്മളിപ്പോ ഒരു ബാലൻസിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലേ രണ്ടിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സാധാരണ ഓട്ടോപ്സി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ശരീരം തുറന്ന് പരിശോധിക്കണം, ഓക്കെ, അത് കീറി മുറിക്കുക എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഫാക്ടർ അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ്. സാധാരണ നല്ല ഒരു കേസുകൾ, ഇപ്പം ഒരു സാധാരണ കേസ് പൂർണ്ണമായി ചെയ്ത് തീർത്ത് കൊടുക്കാൻ ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കും. അപ്പൊ അതിന്റെ സമയം, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കേസ് വന്ന് ക്യൂ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ് ഫൈൻഡിങ്സ്. ഞാൻ കാണുന്ന ഫൈൻഡിങ്സ് വേറെ ആൾക്ക് ചിലപ്പോൾ വേറെ തരത്തിലായിരിക്കാൻ തോന്നുന്നത്. അപ്പൊ എല്ലാം ഞാൻ പറയുന്നത് പ്രോമിനന്റ് ഫൈൻഡിങ്സ് അല്ല, അല്ലാതെ ഇപ്പൊ ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു സബ്ജക്ടിവിറ്റിയാണ് കുറച്ച് കൂടുതലുള്ളത് സാധാരണ ഓട്ടോപ്സിയിൽ. പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ഈ ബോഡി റിട്രീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളൊരു ഫ്രഷ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മളിപ്പോ എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ബോഡി ഇപ്പോൾ ദഹിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ബോഡി വീണ്ടും പരിശോധിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇത് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മൾ ഹാർഡ് കോപ്പീസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോഗ്രാഫ്സ്, ഇത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, ഡാറ്റ സൂക്ഷിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മൊത്തം ഡാറ്റ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വലിയ ഫയലായിട്ട് മാറും അത്. പക്ഷേ ഇനി വെർച്വൽ ഓട്ടോപ്സിയുടെ വശത്തേക്ക് വരികയാണെങ്കിൽ, പക്ഷെ അവിടെ പിന്നെ സാധാരണ കേസിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു ടേബിളും അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റ്സും മാത്രം മതി. വളരെ ചീപ്പ് എന്ന് പറയാം, ഒട്ടും ചെലവ് ഇല്ലാത്ത, അതായത് വളരെ സാധാരണഗതിയിൽ മാത്രമുള്ള ചെലവുകൾ മാത്രം ആവശ്യം വരുന്ന ഒരു പ്രൊസീജിയറാണ് ഒരു നോർമൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. ഓട്ടോപ്സിയുടെ കാര്യത്തിൽ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിന് ഇനീഷ്യൽ എക്സ്പെൻസസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ആധുനിക സങ്കേതങ്ങൾ സജ്ജമാക്കണം. അതായത് ഇതിനു വേണ്ട ഈ CT മെഷീൻസ്, MRI മെഷീൻസ്, ഇതൊക്കെ വിന്യസിക്കാനുള്ള ഒരു സ്പേസ് വേണം. വലിയ ചെലവ് വരും എന്നുള്ള ഒരു ധാരണ ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു. 50 കോടി 60 കോടി രൂപയൊക്കെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നു. വലിയ ചെലവുള്ളതാണെന്നും അതിലേക്ക് പോകണോ, അതാണോ പ്രയോറിറ്റി എന്നുള്ള ചർച്ചകളും ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ തുടർന്ന് പറയാം. ആദ്യം ഞാൻ ഈ ആവശ്യങ്ങൾ എന്താ പറയാ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, നമ്മൾ അവരുടെ, അതായത് വർക്ക്ഷോപ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം കേസുകളിലെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ഇമോഷണൽ വാല്യൂവിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. അത് ഇമോഷണൽ വാല്യൂ ഒരിക്കലും മതപരം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും ആരെങ്കിലും അടുത്ത ബന്ധുക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം. അപ്പൊ അത് ഇമോഷണൽ വാല്യൂ അഡ്രസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ടൈം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ച ഈ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് അവർ പറയുന്നത് ഒരു 20 to 30 മിനിറ്റ്സിൽ നമുക്ക് സാധാരണഗതിയിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സാധാരണ മനുഷ്യര് ബോഡി ഇപ്പം ഇന്ന് ഡോക്ടറില്ല, നാളെ ഉണ്ടാവുള്ളൂ എന്നിട്ട് ആ രാത്രി മുഴുവനും വെച്ചുകൊണ്ടിരിക്കുകയും ചെല്ലുന്ന അവസ്ഥകൾ ചില സമയത്ത് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഈ വീട്ടിലുള്ള ആളുകൾ പോസ്റ്റ്മോർട്ടത്തിന് പോയ ബോഡിയെ കാത്തു നിൽക്കാന്ന്, ഇതൊക്കെ ഇമോഷണൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന സംഗതികളാണ്. അല്ല, അതില് എനിക്കൊരു തിരുത്താനുണ്ട്. കാരണം ഇന്ന് ഡോക്ടർ ഇല്ല നാളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും പോസ്റ്റ്മോർട്ടം മാറ്റി വെക്കാറില്ല. അത് ഞങ്ങൾ ഇപ്പോഴും അതെ, ഇപ്പൊ 4 മണിക്ക് വരുന്ന കേസുകളും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4:30 ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുത്ത് 6:30 7 മണിക്കൊക്കെ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. അപ്പൊ അതൊരിക്കലും ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു വരുമ്പോൾ ഈ ഇമോഷണൽ കാര്യം നമ്മൾ പറഞ്ഞു, സമയത്തിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡാറ്റ ഇത് സ്റ്റോർഡ് ഫോർ എവർ ആണ്. അപ്പൊ നമുക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ വേണമെങ്കിൽ, കാരണം എനിക്ക് തന്നെ ഞാനിപ്പോൾ ഞാൻ സബ്ജക്ട് ചെയ്തിട്ടുള്ള ഒരു വെർച്വൽ ഓട്ടോപ്സിയുടെ ഡാറ്റ എനിക്ക് തന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമുക്ക് ഒരു പെട്ടെന്ന് ഒരു സംശയം തോന്നി, നമുക്ക് ആ ഡാറ്റ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ഓട്ടോപ്സി റിപ്പോർട്ടിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതൽ നന്നാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പോലീസിന് വേണമെങ്കിൽ വേറൊരു എക്സ്പെർട്ടിന്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ എടുക്കാം, ഇതേ റിപ്പോർട്ട് വെച്ച് കോടതികളിൽ പ്രസന്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ ഇമേജ് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. കോടതിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഈ ഡാറ്റ ബാക്കപ്പിന് സ്പേസ് വേണ്ടല്ലോ, ക്ലൗഡ് സ്പേസ് അല്ലേ, അതൊരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡാറ്റ നമുക്ക് എന്തൊരു സാധ്യതകളാണ് തരുന്നത്.
റിസർച്ചിന്റെ കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ അധികം കുട്ടികളുടെ ഇപ്പൊ 2 തരത്തിലാണ് മെയിൻലി വരുന്നത്. ഒന്ന് ബാലവേല ചെയ്ത് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പൊ സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന അത്തരം കേസുകളിലൊക്കെ ഈ കുട്ടികളുടെ പ്രായം നിർണ്ണയിക്കേണ്ട ആവശ്യം വരും. ഈ പ്രായം നിർണ്ണയിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മളത് നോക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ലോങ് ബോൺസ് ഇല്ല, നീളമുള്ള അസ്ഥികളുടെ അഗ്രങ്ങളാണ് വളരുക. അപ്പൊ ഈ അഗ്രങ്ങൾ വളരുമ്പോൾ അതിന്റെ അടുത്ത് സെന്റേഴ്സ് ഞങ്ങൾ പറയും. ആ സെന്റേഴ്സിന്റെ അപ്പിയറൻസ്, അത് പ്രത്യക്ഷപ്പെടുന്നതും അത് മറ്റേ ബോണായിട്ട് കൂട്ടി യോജിച്ച് പോകുന്നതും ഒക്കെയുള്ള ഒരു കണക്ക് നോക്കിയിട്ടാണ് നമ്മളത് നിർണ്ണയിക്കുന്നത്. അപ്പൊ അത് എക്സ്റേ ആണ് അതിനെടുക്കുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫർദർ റിസർച്ച് ഇപ്പൊ നടത്തണമെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു റിസർച്ച് ആയിട്ട് നടത്തണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടില്ല അതിൽ. കാരണം ജീവനുള്ള ഒരാൾക്ക് അനാവശ്യമായിട്ടൊരു എക്സ്റേയും സമ്മതിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് അത്തരത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ ഈ ഉള്ള പോസ്റ്റ്മോർട്ടം കേസുകളിലുള്ള ഈ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധ്യതയാണ്. എത്രയും പഠനങ്ങൾ നടത്തുന്നത് 100, 200 അല്ലെങ്കിൽ 300 പേരിൽ അല്ലെങ്കിൽ 500 പേരിലാണ്. ഇത് അങ്ങനെയല്ലല്ലോ. പല സെന്ററുകളിൽ വന്ന് എന്തെല്ലാം സാധ്യതകളുണ്ട്. അത് മാത്രമല്ല പല പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വാഹനാപകടത്തിൽ വരുന്ന ഫ്രാക്ചേഴ്സിന്റെ സ്റ്റാറ്റസിനെ പറ്റി പഠിക്കണമെങ്കിൽ ഇതെല്ലാം സ്റ്റോർഡ് ആണല്ലോ. നമ്മൾ മറ്റു കേസുകളിൽ അത്തരം പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയായിരിക്കും? അല്ല, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ക്ലിയറൻസ് കിട്ടുന്ന തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ വന്നു കഴിയുമ്പോൾ ഡാറ്റയുടെ ഒരു അതിപ്രസരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതാണ് ഒരു മേജർ കാര്യം. ഇനി ഇതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഞങ്ങളുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ആരും കാണാത്ത മറ്റൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ എല്ലാ കേസുകളും ഇപ്പൊ ഒരു 100 കേസുകൾ ഞങ്ങൾ ചെയ്യുന്നു നോക്കിയാൽ ഈ 100 കേസുകളിൽ ഒരു 30-40 കേസുകളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കേസുകൾ വരുന്നത്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്നത്. മറ്റുള്ള കേസുകളിൽ ഇപ്പൊ തൂങ്ങി മരിച്ച കേസുകൾ, അല്ലെങ്കിൽ വഴിയിൽ മരിച്ചു കിടന്നു, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനാപകടത്തിൽ മരിച്ചു, ഇത്തരം കേസുകൾ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ നേരിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക ചെയ്യുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയി സർജറി ഒക്കെ ചെയ്ത കേസുകളാണെങ്കിൽ അവർക്ക് ഇതെല്ലാം സ്ക്രീനിങ് കഴിഞ്ഞിട്ടുണ്ടാവും. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV, HBsAg, HCV മുതലായ സാംക്രമിക രോഗങ്ങളുടെ സ്ക്രീനിങ്, നമുക്ക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത്, അതായത് രക്തത്തിൽ നിന്നും സ്രവങ്ങളിൽ നിന്നും നമുക്ക് പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെല്ലാം സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടാവും. കാരണം സർജറിക്ക് മുന്നേ അവർക്ക് തുറക്കണമല്ലോ ബോഡി. അപ്പൊ അവരെന്തിനായാലും സ്പില്ല് പരിശോധിക്കും. അപ്പൊ പക്ഷെ ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് ആ ഒരു പ്രൊവിഷൻ ഇല്ല. കാരണം നമ്മൾക്ക് വരുന്ന ബോഡി നമ്മൾ നേരെ തുറക്കാണ്. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും സ്പില്ല് ചെയ്യാലോ. എനിക്ക് സ്പില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പില്ല് ചെയ്ത് പിന്നീട് അന്ന് കേസ് കിട്ടാൻ വൈകി, ഒരു ഹോളിഡേ ആയതുകൊണ്ട്. കേസ് കിട്ടിയപ്പോഴാണ് അയാൾ HIV പോസിറ്റീവ് ആയിരുന്നു എന്ന് അറിഞ്ഞത് ഒരിക്കൽ. പക്ഷെ പിന്നീട് ഞാൻ വന്നിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിലെ സാറിനെ കണ്ട് സംസാരിച്ച് അതിന്റെ പ്രൊഫൈൽ ആക്സിസ് എല്ലാം ചെയ്ത് പിന്നീട് 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിംഗ് കഴിയുന്നത് വരത്തേക്ക് നമുക്കൊരു ഭയം ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം, അതായത് അതിലൊരു ഡോക്ടറുടെ മാത്രം കാര്യമല്ല, ആ ഡോക്ടറെ ആ പോസ്റ്റ്മോർട്ടത്തിൽ സഹായിക്കുന്ന 2 പേരുണ്ട്. ഒരു ടെക്നീഷ്യനും ഒരു അറ്റൻഡറും ഉണ്ടാവും. പിന്നെ അതിൽ ചിലപ്പോൾ ഒരു PG പഠന കേന്ദ്രമാണെങ്കിൽ അതിന്റെ കൂടെ ചേരുന്ന PGകളുണ്ട്, അല്ലെങ്കിൽ MBBS കുട്ടികൾ കാണാൻ വരുന്നവരുണ്ട്. ഇതെല്ലാവർക്കുള്ള എക്സ്പോഷർ ഇല്ലാതാകുകയാണല്ലോ. അപ്പൊ ആ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഡാറ്റ ഉണ്ടോ നമുക്ക്? ഈ ഹെൽത്ത് ഹസാർഡ് ഇല്ല, അത്ര ഒരു ഡാറ്റ നിലവിൽ ലഭ്യമല്ല എന്നാണ് എനിക്ക് എന്റെ ഭയങ്കര പ്രശ്നമാണല്ലോ. എത്ര ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതായത് ഓട്ടോപ്സി എന്നുള്ള അതിനെ പറ്റിയുള്ള ഒരു ഡാറ്റ നിലവിൽ ലഭ്യമല്ല. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് അവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഭാഗം കേസുകളിൽ പക്ഷെ ഒരു മോർ ദാൻ 50% ആണ് സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ഈസി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഓട്ടോപ്സി മാത്രമായിട്ട് ശരീരം കീറിമുറിക്കാതെ അല്ലെങ്കിൽ തുറക്കാതെ ബന്ധുക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചെലവിന്റെ കാര്യം, ഇപ്പൊ ആളുകൾ പറയുന്നത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺസേൺ പറയുന്ന ആളുകൾ പറയുന്നത് വലിയ ചെലവുള്ളൊരു സംഭവമാണെന്നാണ്. അപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് 50 കോടി രൂപ 60 കോടി രൂപയൊക്കെയാണ് വലിയ ചെലവ് എക്സ്പെക്ട് ചെയ്യുന്നവർ പോലും ഒരു സെന്റർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒരു മെഡിക്കൽ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു 5-6 അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് അത്ര വലിയ ചെലവായിട്ടും തോന്നുന്നില്ല. എന്താണ് ഇതിന്റെ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ? സർക്കാരാണല്ലോ ഇതിൽ തീരുമാനം പറയുന്നത്. ഇതിൽ ചെലവിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഭീമമായ ചെലവ് എന്ന് പറയേണ്ടി തന്നെ വരും. കാര്യം ഇതില് ഇപ്പൊ നിലവിലുള്ള നമ്മളുടെ മോർച്ചറികളെല്ലാം നമ്മൾക്ക് ഒരു 3-4 ടേബിളുകൾ ഇടാനും
പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ഉള്ളൊരു മുറി അപ്പൊ മതി. അത്തരം ഒരു സൗകര്യങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ഒരു വെർച്വൽ ഓട്ടോപ്സി തുടങ്ങാൻ പെട്ടെന്ന് സാധ്യമല്ല. അപ്പൊ അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേറെ വേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു CT ആൻഡ് MRI മെഷീൻ അത് സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള കൃത്യമായ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിന്റെ വാൾസിലൊക്കെ വ്യത്യാസമുണ്ട് മുറിയുടെ, കാരണം റേഡിയേഷനുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു അനുബന്ധ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ 3D സർഫസ് ഇമേജിങ് അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഈ കേസിൽ തന്നെ നമ്മൾ ഇമേജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുബന്ധമായിട്ട് വേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് വേറെ വേണ്ടി വരും. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർസ്, മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ CT MRI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു MRI സ്കാനർ, നല്ലൊരു MRI സ്കാനർ ഒരുവിധം കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 കോടി രൂപയുടെ അടുത്ത് ചെലവ് വേണ്ടി വരും. CT മെഷീൻ ആണെങ്കിൽ 2.5-3 കോടിയുടെ അടുത്ത് വരും. പിന്നെ അതിന്റെ അനുബന്ധ സോഫ്റ്റ്വെയറുകൾ, പിന്നെ ഈ പാക്സ്, അതായത് പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഇന്റർ കമ്മ്യൂണിക്കേറ്റിംഗ് കുറേ കാര്യങ്ങളുണ്ട്, സ്റ്റോറേജ്, ഒരുപാട് കാര്യങ്ങൾ. ഇതിനെല്ലാം കൂടി ചെലവ് വരുമ്പോൾ ഈ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് തന്നെ ഒരു 10-15 കോടിയുടെ അടുത്ത് ചെലവ് വരും. പിന്നെ അതിന്റെ സിവിൽ വർക്ക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അത്തരം കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഇതിനനുസരിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ ട്രെയിനിങ് എല്ലാം കൂടി എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 20 crores അടുത്ത് നല്ലൊരു, അതായത് നല്ല രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്സി സെന്റർ തുടങ്ങണമെങ്കിൽ മിനിമം ഒരു 20 crores മേലെ ചെലവ് വരും. 20-25 crores ഉണ്ടായാൽ തുടങ്ങാൻ പറ്റും എന്നുള്ള തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നത്തെ ഒരു കാര്യം, ഇതിനേക്കാൾ കൂടി എല്ലാത്തിനും വിഭിന്നമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ട് ഒരു CT സ്കാനർ, MRI സ്കാനർ ഉണ്ടായാൽ പോരെ ചെയ്യാമെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളുടെ ഇവിടെ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ആണ് തുടങ്ങുന്നത്, പുതിയൊരു കാര്യമാണ്, പുതിയ പ്രൊജക്റ്റ് എന്നും പുതിയൊരു സംവിധാനമാണ് തുടങ്ങുന്നത്, കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന് ട്രെയിനിങ് വേണം. അപ്പൊ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നിലവിൽ ഇപ്പൊ കേരളത്തിൽ ലഭ്യമല്ല. അപ്പൊ നമ്മളുടെ ഡോക്ടേഴ്സിനെ, ഫോറൻസിക് സർജൻസിനെ ട്രെയിനിങ്ങിന് വിടണം. പിന്നെ അതിലേക്ക് പുതിയ അപ്പോയിന്റ്മെന്റ്സ് വേണ്ടി വരും. കാരണം ടെക്നീഷ്യൻ, റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ, ഇതുപോലുള്ള ഈ CT പ്രവർത്തിപ്പിക്കേണ്ട ആൾക്കാർ, അത് കൂടുതൽ ജീവനക്കാരെ വേണ്ടി വരും, എക്സ്പെർട്ടൈസ് ഉള്ള ജീവനക്കാരെ വേണ്ടി വരും. അവരെ ട്രെയിനിങ്ങിന് വിടണം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതിനേക്കാളും ഉപരി മറ്റുള്ള പരിശോധനകൾ പോലെ അല്ല പോസ്റ്റ്മോർട്ടം പരിശോധന. അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി വാല്യൂ വേറെ തലത്തിലാണ്. കാര്യം ഇപ്പോൾ നമ്മളുടെ ഒരു പേഷ്യന്റ് പ്രൈവസീനെ തന്നെ നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ, ഇത് ഓപ്പൺ അല്ലേ, ഒരുപാട് ആശങ്കകളുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം, ഒരു മെഡിക്കോ ലീഗൽ വർക്കിലെ ഡാറ്റയാണുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഫയർവാൾസും അതിന്റെ ആ ഡാറ്റ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി സംരക്ഷിക്കുന്ന തരത്തിലുള്ള വളരെ ഉന്നത നിലവാരത്തിലുള്ള ടെക്നോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വളരെ ചിലവ് വരുന്ന ഒരു കാര്യം. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന 20-25 crores അടുത്ത് ഉള്ള ചെലവ് വരുന്നത്. അപ്പം ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ തന്നെ സമയവും വേണ്ടി വരും. സർക്കാർ ഇതിലേക്ക് ഇപ്പം ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അതിലേക്ക് തുടങ്ങുമ്പോൾ തന്നെയും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ദാറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ ആ സമയമെടുത്ത് സർക്കാർ അതിന് തയ്യാറാകും എന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ അത് അഡ്രസ് ചെയ്യപ്പെടുന്നത് ഒരുപാട് മനുഷ്യരുടെ ഇമോഷൻസിനെയും പ്രൈവസിനെയും ഡോക്ടേഴ്സിന്റെ കൺസേൺസിനെ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ചെലവാക്കുന്ന തുകയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വാല്യൂ ഭയങ്കര കൂടുതലാണ്. എക്സാക്ട്ലി. അങ്ങനെ നോക്കി കഴിയുമ്പോൾ, അതായത് ഒരു പൊതുജനത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈഡിൽ നോക്കുമ്പോഴും ആ തുക ചെലവാക്കുന്നതിൽ കൊണ്ട് നഷ്ടമില്ല എന്ന് പറയേണ്ടി വരും. ആ നഷ്ടം നമ്മൾ നികത്തുന്നത്, അല്ലെങ്കിൽ ആ നഷ്ടം ലാഭമാക്കുന്നത് പല തലങ്ങളിലാണ്. അത് നമ്മളുടെ ഇമോഷണൽ തലങ്ങളിലാണ്, സാമൂഹിക തലങ്ങളിലാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള തലങ്ങളിലാണ്, സമയമാണ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യപ്പെടും. ഈവൻ കുറ്റാന്വേഷണത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുമല്ലോ. അവരെയും സഹായിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അതിൽ കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതകളുണ്ട്. ഇത് തുടങ്ങുന്നത്, ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നേരത്തെ പകുതി വെച്ചിട്ട്, ഇതിന്റെ ഒരു ആശയമൊക്കെ രൂപീകരിക്കുന്നതൊക്കെ ഏത് കാലത്താണ്, എപ്പോഴാണ് ഇത്? അങ്ങനെ ഒരു ടൈം ലൈൻ പറയുകയാണെങ്കിൽ. ടൈം ലൈൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടാണ് സത്യം പറഞ്ഞ ഇതിന്റെ ചർച്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറൻസിക് വിഭാഗത്തിൽ തന്നെ, ഫോറൻസിക് ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ നമ്മൾ ഈ വർക്ക്ഷോപ്സിനെ പറ്റി കേട്ടു തുടങ്ങുന്നത് പറയാൻ പറ്റില്ല. കാരണം പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി,
പത്തോളജിക്കൽ ഓട്ടോപ്സി, പിന്നെ വെർട്ടോപ്സി, ഓക്കെ പിന്നെ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഭാഗങ്ങൾ തിരിച്ച് പഠിക്കാറുണ്ട്. അന്നത്തെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഒരു പാരഗ്രാഫ് മാത്രമാണ് വെർട്ടോപ്സിനെ പറ്റിയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യയിൽ പക്ഷേ 2021 or 2022 ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത്ര റീസെന്റ് ആണല്ലേ? അത്ര റീസെന്റ് ആണ്, ഒരു 4-5 വർഷങ്ങൾക്കുള്ളിലാണ് തുടങ്ങുന്നത്. ഞാൻ ആക്ച്വലി എനിക്ക് ഇത് ഈ തലയിൽ കയറിയിട്ട് കുറച്ച് ആളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡിസംബറിലാണ് ഇതിന്റെ ഒരു പ്രൊപ്പോസല് കൊടുത്തത് ആദ്യമായിട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് കൊടുത്തിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് വൈകി പോയി. പക്ഷെ പിന്നീടാണ് ഇപ്പൊ ഈ ഒരു ഇവന്റ് ഉണ്ടായതും. ആ ഒരു ഇവന്റ് ചിലപ്പോ സത്യത്തില് ആ ഒരു ചോദ്യം ഒന്ന് ഒലച്ചപ്പോൾ എഴുതിയിട്ട ഒരു പോസ്റ്റാണ് അത്. പക്ഷെ അതിന് ഒരു ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെ തീർച്ചയായിട്ടും. ഈ ഇതിനിടയിൽ സൈക്കോളജിക്കൽ ഓട്ടോപ്സി പറഞ്ഞില്ലേ, അതെന്താ സംഗതി? സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് എപ്പോഴും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് കുട്ടികളെ ഒന്ന് വലയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം അവര് ഇരുന്ന് തള്ളി മറയ്ക്കും. ഇപ്പൊ പിന്നെ കുട്ടികൾക്കൊക്കെ അറിയാം. അതായത് ഇപ്പൊ ഒരു സൂയിസൈഡ് ഉണ്ടായില്ലേ, ഒരു സൂയിസൈഡ് ഉണ്ടായി നോക്കിയാ. അപ്പൊ ആ സൂയിസൈഡ് ഉണ്ടായി കഴിഞ്ഞാല് ആ വ്യക്തിയുടെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ട് സംസാരിച്ച് ആ സൂയിസൈഡിലേക്ക് അയാളെ നയിച്ച സാഹചര്യങ്ങളെ പറ്റി, ആ സാഹചര്യങ്ങൾ, പിന്നെ ചിലപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ ഫെമിലിയൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഫർദർ അതുപോലത്തെ ഒരു സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത്തരം ഒരു ഇന്റർവെൻഷനാണ് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അത് സൈക്യാട്രിസ്റ്റുകളാണ് സാധാരണ ചെയ്യുന്നത്, സൈക്കോളജിസ്റ്റുകൾ, ഞങ്ങളല്ല. അത് ശരി, അതിന്റെ പേര് സൈക്കോളജിക്കൽ ഓട്ടോപ്സി. അതായത് മരിച്ചുപോയ ഒരാളെ കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അയാളുടെ ഫർദർ കാര്യങ്ങൾ, അതായത് ആ കുടുംബത്തിനോ അയാളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അയാളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള അതിനെപ്പറ്റി അതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ മന്ത്രിതലത്തില് നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇനി അതൊരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിലേക്കൊക്കെ വരാനേ നോർമലി അങ്ങനെ നമ്മൾ വിചാരിക്കാം, മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത് ഇതാക്കാൻ തീരുമാനിച്ചാൽ എത്ര സമയമൊക്കെ എടുക്കും? അതെനിക്ക് ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു പ്രൊജക്ട് കൊടുത്തിരുന്നു. അപ്പൊ ആ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ട് നിയർലി 2 years ആണ് നമ്മളത് അതിന്റെ ഒരു പൈലറ്റ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സമയം. അതായത് ഫ്രം 0 തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പുതിയ സ്പേസ് കണ്ടുപിടിക്കണം, ആ സ്പേസിലേക്ക് വേണ്ട ഇൻവെന്ററീസ്, അതായത് മെഷീനറീസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ മുമ്പ് അതിന് വേണ്ട നയപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും തീരുമാനിക്കണം. അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന കുറെ അവലോകന യോഗങ്ങൾ വേണ്ടി വരും. പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അതിനോട് ഒത്തുചേർന്ന് സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിനുവേണ്ട കൺസേൺഡ് ആൾക്കാരെ ട്രെയിനിങ്ങിന് പറഞ്ഞയക്കേണ്ടി വരും. അപ്പൊ ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പൈലറ്റ് പ്രൊജക്ട് തുടങ്ങേണ്ടി വരും. ആ പൈലറ്റ് പ്രൊജക്ട് തുടങ്ങി അതെല്ലാം ഇംപ്ലിമെന്റേഷനിൽ ഞാനന്ന് സമർപ്പിച്ച ആ ഒരു പ്രൊജക്റ്റില് നിയർലി 2 years ആണ് ഒരു ടൈം ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും കേരളത്തില് ഈ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും തന്നെ നമുക്ക് വിചാരിക്കാം അല്ലെ? ശരിക്കും അത് വെർട്ടോപ്സി എന്ന് പറയുമ്പോഴേ അതിലെനിക്ക് ഒരു സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഫോറൻസിക് എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് ഫോറൻസിക് മെഡിസിന്റെയും കൂടി ഒരു വളർച്ചയാണത്. അതാണ് ഞാൻ പറഞ്ഞ സ്വാർത്ഥത. വെർട്ടോപ്സി വരുമ്പോൾ പബ്ലിക്കിനുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ള രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങളുണ്ട്. ഒപ്പം ഫോറൻസിക് മെഡിസിൻ എന്ന സബ്ജക്റ്റിന്റെ ഒരു വളർച്ചയും കൂടിയാണ്. അത് നമ്മളുടെ ഓരോ ഫോറൻസിക് സർജന്റെയും സ്വാർത്ഥതയായിരിക്കുമല്ലോ. അല്ല, തീർച്ചയായിട്ടും സാങ്കേതികത സയൻസും വലുതാവുമ്പോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെയാണ് വേണ്ടത് അല്ലേ? കാരണം ഇപ്പൊ ഈ ഈ കാലഘട്ടത്തില് നമ്മള് വേണ്ട ഒരുവിധം നമ്മള് നമ്മുടെ വികസനത്തിനൊപ്പം നിൽക്കണ്ടേ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഫോറൻസിക് സർജന്മാരെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴേ നമ്മൾ ആലോചിക്കുന്ന അവരുടെ എഴുത്തുകൾ കാണുമ്പോ ഒക്കെ പലരും എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിറയെ എഴുത്തുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഒരു തരം ഭയം, ശരീരത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലല്ലോ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ അല്ലാത്ത ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ജീവൻ നിലനിർത്താനുള്ള ഒരു ഹോപ്പിന്റെ സംഗതി ഉണ്ട്. അതിന്റെ അകത്ത് അവരുടെ എക്സ്പെർട്ടൈസ് വേറെ രീതിയിലാണ്, രോഗം ശമനം മാറ്റം എന്നൊക്കെ പറയും. മൃതശരീരങ്ങളെ ഡീൽ ചെയ്യുന്ന ഡോക്ടർമാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വേറെയാണെന്ന് തോന്നാറുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴേ
ഈ സർജൻസിന് എന്ത് തരത്തിലുള്ള മാനസികമായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കുന്നതാണ് ഒരു സർജൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിൽ പറഞ്ഞൊരു വരിയിൽ ഞാൻ തുടങ്ങാണ്, ഭയക്കേണ്ടത് മരിച്ചവരെ അല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃതശരീരത്തിനോടൊരു ഭയം തോന്നിയിട്ടില്ല. പക്ഷെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു വേദന ഒന്ന് മിന്നിമറിയും. ഇപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുള്ള ഒരു കേസ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു പയ്യൻ, അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന കാലത്താണ്, ഇതുപോലെ തന്നെ 4 വയസ്സുള്ള ഒരു കുട്ടി, റോഡ് അപകടമാണ്, ഒന്നും തന്നെ ഇല്ല. പക്ഷെ അവന്റെ ആ ഒരു മൃതശരീരം ഇങ്ങനെ ടേബിളിൽ കിടക്കുന്നത് എന്തുകൊണ്ടോ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ സ്റ്റോറി ആയിരിക്കാം. കാരണം ആ സ്റ്റോറി എന്ന് പറയുന്നത് അവരൊരു UK സെറ്റിൽഡ് ഫാമിലി ആയിരുന്നു. അമ്മയും 2 മക്കളും കൂടി വന്നതാണ് നാട്ടിൽ. അമ്മ UK ഇവിടെയും അവിടെയും വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അവർ കുറേ നാളുകളായിട്ട് UK ഓടിച്ച് നാട്ടിൽ വന്ന് സൈഡ് മാറി ഓടിച്ചു. ആക്സിഡന്റ് ആയി, അമ്മ ഒഴികെ 2 മക്കളും മരിച്ചു. അയ്യോ, അത് പറയുമ്പോൾ സാധാരണ ഒരു കേസാണ്. പക്ഷെ ചില കേസുകൾ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കും. എനിക്കെന്തോ ഭയങ്കര ഒരു ട്രോമ ഉണ്ടാക്കിയ ഒരു കേസാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവൻ മരിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെ പറ്റിയുള്ള ഒരു വേവലാതി ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില ഇതിൽ ഒരിക്കലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ടിഷ്യൂ റെസ്പെക്റ്റ് എന്ന് ഞങ്ങൾ പറയും. അതായത് നിങ്ങൾ ശരീരം മുറിക്കുമ്പോൾ, അതായത് ആ സർജിക്കൽ ബ്ലേഡ് നമ്മുടെ താടിയിൽ നിന്നും താഴോട്ട് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ടാണ് പോകുക. മുറിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ നമ്മളെപ്പോലെ നടന്നിരുന്നൊരു വ്യക്തിയാണ് അയാൾ. അങ്ങനെ നിങ്ങൾ ആ മനസ്സിലത് വെച്ചിട്ട് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മനുഷ്യനോടുള്ള പൂർണ്ണമായ ബഹുമാനത്തോടു കൂടി ആ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറയാറ്. ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാറ്. ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഡിസെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, വളരെയധികം ശ്രദ്ധിച്ച് ഡിസെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ട്രെയിനിങ്ങിന് പോലീസ് ഓഫീസേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ഇവരൊക്കെ വരും, അഡ്വക്കേറ്റ്സ്, പ്രോസിക്യൂട്ടേഴ്സ് ഒക്കെ. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയാം, ഈ പോസ്റ്റ്മോർട്ടം നമ്മളിത് കണ്ട് ഞങ്ങൾ അതിനോട് ശീലിച്ചു പോയതാണ്. പക്ഷേ മറ്റൊരു വ്യക്തി ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. ആ ആദ്യമായിട്ട് വരുന്ന ഒരാളെ നിങ്ങൾ ഓടിച്ചു വിടരുത്. മനസ്സിലായോ? അതായത് നമ്മളുടെ ഫീൽഡ്, നമ്മൾ ചെയ്യുന്ന ആ പ്രൊസീജിയർ ഏറ്റവും റെസ്പെക്റ്റോട് കൂടി ചെയ്യുകയും ഏറ്റവും വൃത്തിയായിട്ട് ആ ഫീൽഡ് സൂക്ഷിക്കുകയും, അതായത് ബ്ലഡൊക്കെ വരുന്നത് കൈയോടെ അപ്പം തന്നെ കഴുകിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒരിക്കലും ആ കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയ്യോ അല്ലെങ്കിൽ എന്ന് തോന്നരുത്. ആ തരത്തിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇന്ന് പഠിക്കുന്നോ അന്ന് നിങ്ങൾ നല്ലൊരു ഡിസെക്ടർ ആവും. നിങ്ങൾ നല്ലൊരു ഡിസെക്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അധികം വൈകാതെ തന്നെ നല്ലൊരു ഫോറൻസിക് സർജനും ആയി മാറും, നല്ലൊരു മനുഷ്യനുമായി മാറും. ഇതാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ഒരു ബോഡി വരുമ്പോഴേ പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കുമല്ലോ വരിക, നമുക്ക് അറിയില്ലല്ലോ, എന്തുമാവാം അല്ലേ, ആത്മഹത്യയാവാം, അപകടമാവാം, എന്താണെന്ന് അറിയാത്ത ബോഡി ഒക്കെ വരും. നമ്മളുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ കിടക്കുന്ന മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? എന്നുവെച്ചാൽ ഒരു ഡോക്ടറെ, ഒരു ബോഡി എന്നുള്ളതായിരിക്കും. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 5-6 മണിക്കൂർ മുമ്പ് നമ്മളെ പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തൊക്കെ ചിന്ത, അതാ ഞാൻ പറഞ്ഞത്, അതിനൊരു വൈചിത്രം ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ചിന്തകളിൽ നമ്മുടെ ആദ്യത്തെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാലേ അതിലൊരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കൂടെയുള്ളവരോട്, നെക്സ്റ്റ് മൊമെന്റ് നാളെ ഇപ്പോൾ ഈവൻ എൻ്റെ വർക്കേഴ്സിനോട്, മോർച്ചറി പലപ്പോഴും ക്ലീൻ അല്ലാതൊക്കെ ചിലപ്പോൾ കിടക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ക്ലീൻ എന്ന് വെച്ചാൽ അവർ കഴിയുന്നതും ക്ലീൻ ആക്കി വെക്കും. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനിലേക്ക് ക്ലീൻ അല്ലാതെ വരുമ്പോൾ നാളെ ചിലപ്പോൾ അതിൽ കയറി കിടക്കേണ്ടി വരുന്നത് ഞാനും നിങ്ങളോ ആയിരിക്കാം. ആ ചിന്തയിൽ വേണം വർക്ക് പ്ലേസ് ഇരിക്കാൻ എന്ന് ഞാൻ എപ്പോഴും പറയും. നമ്മുടെ ഈ ചിന്ത മനസ്സിൽ ചോദിച്ച ഈ ചോദ്യത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു മൊമെന്റിൽ എന്താണ് എന്നുള്ള ഒരു, നമ്മളുടെ ജീവിതം ഭയങ്കര നൈമിഷികമാണെന്നുള്ള ഒരു ചിന്ത തന്നെയാണ് സത്യത്തിൽ ആദ്യം വരുന്നത് കേട്ടോ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തലേദിവസം വരെ ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം വരെ ഞാൻ കണ്ട് സംസാരിച്ച
ഞങ്ങളുടെ അവിടെ തന്നെയുള്ള മറ്റൊരു വിഭാഗത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം എനിക്ക് പിറ്റേ ദിവസം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സൂയിസൈഡ് കേസായിരുന്നു അത്. അപ്പം അത് ദാറ്റ് ഹാപ്പൻസ്. നമ്മൾക്ക് ഒരിക്കലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അയാൾ ഒരു സൂയിസൈഡിന്റെ വക്കത്താണെന്നുള്ള കാര്യം. അതിനേക്കാൾ അപ്പുറമാണ് ആക്സിഡൻസിന്റെ കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിവിടുന്ന് നമ്മളെന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറത്തു പോകുന്നു, ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നു. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ഈ ഫോറൻസിക് ഡോക്ടേഴ്സിന്റെ ഒരു എനിക്ക് തോന്നുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മൾക്ക് ഒരു അൺസർട്ടനിറ്റിയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുള്ള ഒരു വ്യക്തികൾ ചിലപ്പോൾ ഫോറൻസിക് സർജൻസ് ആയിരിക്കും. ജീവിതം അത്രയധികം ഒരു അൺസർട്ടൻ ആണെന്നുള്ളൊരു കാര്യം. ചില കേസുകളിൽ മരണം സംഭവിക്കുന്ന ഉറപ്പുണ്ടായിരുന്ന മരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമല്ലോ. ഇപ്പൊ അസുഖം ആണെങ്കിൽ, ഇപ്പോൾ അത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മരണം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള, അതല്ലാത്ത അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യകളോ ഒഴിവാക്കാമായിരുന്ന, ഒരു നിമിഷം കൊണ്ട് ഒഴിവാക്കാമായിരുന്ന അങ്ങത്തരം ശരീരങ്ങൾ വരുമ്പോഴേ എന്താ നമുക്ക് തോന്നുക? അല്ല, അത്തരം ശരീരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഒരു നിമിഷത്തെ അശ്രദ്ധ, അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ അതിൽ ഒരു എനിക്ക് പറയുകയാണെങ്കിൽ 2 തരം സംവിധാനങ്ങളിലാണ് ഞാനത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഐ മീൻ സാഹചര്യങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്ന മോട്ടോർ ബൈക്കേഴ്സ്. അതിൽ ശരിക്കും ഒരു ഹെൽമെറ്റിന് ഒരാളെ എത്രത്തോളം, അതായത് ഹെൽമെറ്റിന് അല്ല, കൃത്യമായ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു ഹെൽമെറ്റിന് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്ന, അതായത് ഹെൽമെറ്റ് ആയാൽ പോരാ, ഹെൽമെറ്റിന്റെ ISI സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന, അത് കഴിഞ്ഞ് അത് തലയിൽ വെച്ച് കൃത്യമായി സ്ട്രാപ്പ് ഇടണം. പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രാപ്പ് ഇടില്ല, ലൂസായിരിക്കും. അപ്പൊ ഹെൽമെറ്റിനൊക്കെ ഡിഫറെന്റ് സൈസസ് ഉണ്ട് ശരിക്കും. കൃത്യമായി നമ്മുടെ തലയ്ക്ക് ഇണങ്ങുന്ന സൈസ് വാങ്ങി കൃത്യമായി സ്ട്രാപ്പ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റി വളരെ അധികമാണ്. പലപ്പോഴും അത്തരം കേസുകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഇട്ടിരുന്നെങ്കിൽ. കാരണം CCTVയിലൊക്കെ കാണാം, ഒരു ഇടി കഴിയുമ്പോൾ തെറിച്ചു പോകുന്നു ഹെൽമെറ്റ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഞാൻ എറണാകുളത്തുള്ളപ്പോൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പലപ്പോഴും അവർ ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിനെ പറ്റി അത്ര ബോധവാന്മാരല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോൺട്രാക്ടേഴ്സ് ചിലപ്പോൾ അതിന് വേണ്ട എല്ലാ സേഫ്റ്റി ഹാർനസും എടുക്കുന്നുണ്ടാവില്ലായിരിക്കാം. നമ്മൾ പലപ്പോഴും പോലീസായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നിട്ട് ഒരു വീഴ്ച, ഒരു നിമിഷത്തെ ഒരു പാളിച്ചയില് ആ വീഴ്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മരണം, അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാവുന്ന കുറെ കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന 2 ഇവന്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് ബൈക്കർ അല്ലേ? ഓക്കെ, അധികവും കണ്ടിട്ടുണ്ട്. ഒത്തിരി നേരമേ ഉള്ളൂ, അതുകൊണ്ട് വെച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. ഒരിക്കൽ ഞാൻ ഇതുപോലത്തെ ഒരു കേസ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം നമ്മളിപ്പോ ഒരു 200 മീറ്റർ അപ്പുറത്തെ കടയിലേക്ക് പോകാനാണ്, പക്ഷെ അതിനുള്ളിലും ഒരു അപകടം സംഭവിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സംസാരമേ നമുക്ക് ഇനിയൊരു ഘട്ടത്തില് എന്താ പറയാ, ഇതിന്റെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളായതുകൊണ്ട് ആ സംസാരം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും. താങ്ക് യു. എന്താ പറയുമെന്നല്ലോ, ഒന്നാമത് ഞാൻ ആ തരത്തിൽ സംസാരിക്കാൻ പ്രിപ്പയർഡ് അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ലിമിറ്റേഷൻസ് വെക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേസുകളെ പറ്റി ഇവിടെ ബിജുവിനോട് പോലും പറയാറില്ല. അപ്പൊ പൊതുവെ അതൊരു മീഡിയയിൽ സംസാരിക്കാനും കുറച്ചൊരു വിമുഖത എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പൊ അത് പിന്നീട് ഒരിക്കലാവാം.